എന്താ നിന്റെ പ്രശ്നം? ഒരു പേരില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു പ്രാഞ്ചി? പുണ്യാളൻ അങ്ങനെ പറയരുത്. ഒരു പേരിലാണ് നമ്മൾ ഇരുന്ന് പോയത്. അരിപ്രാഞ്ചി എന്നുള്ള പേരിൽ. പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലെ മനോഹരമായൊരു ഡയലോഗാണ്. ശരിക്കും ഈ ഫ്രാൻസിസ് എന്ന പേര് അസീസിയിലെ ഫ്രാൻസിസിന് എങ്ങനെ കിട്ടി? അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് ഫ്രാൻസിസ് എന്നല്ലായിരുന്നു. അദ്ദേഹത്തിന് നൽകിയ മാമോദീസ പേര് ജോൺ എന്നായിരുന്നു. സ്നാപക യോഹന്നാനായിരുന്നു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥൻ. അങ്ങനെ ജോൺ എന്ന പേര് അദ്ദേഹത്തിന് മാമോദീസ പേരായി ലഭിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് പീറ്റർ ബെർണാദോൻ വ്യാപാരിയായിരുന്നു. അദ്ദേഹം നിരന്തരമായി വ്യാപാരം നടത്തിയിരുന്നത് ഫ്രാൻസുമായുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ വ്യാപാരവും അദ്ദേഹത്തോടുള്ള അടുപ്പവും ഫ്രാൻസിനോടുള്ള സ്നേഹവും തൻ്റെ മൂത്ത പുത്രന് ഫ്രാൻസിസ്കോ അല്ലെങ്കിൽ ഫ്രാൻസിസ് എന്ന പേര് നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ചോദ്യം ഇതാണ്, ശരിക്കും ക്രൈസ്തവ നാമം വ്യക്തികൾക്ക് നൽകേണ്ടതുണ്ടോ? ക്രൈസ്തവ നാമം ഇല്ലാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്കും ഇങ്ങനെ ക്രൈസ്തവ നാമമായി അവരുടെ അനുദിന ജീവിതത്തിലെ പേര് നൽകേണ്ട ആവശ്യമുണ്ടോ? ഓരോ വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ നാമം നമുക്ക് നൽകുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം, അവരിലുണ്ടായിരുന്ന ഗുണങ്ങൾ നമ്മിൽ വിളങ്ങണമെന്നും അവരുടെ ജീവിതം നമുക്ക് ഏറ്റവും നല്ല മാതൃകയാകണമെന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കണമെന്നുമാണ്. അപ്പോൾ ക്രൈസ്തവ പേരില്ലാത്തവരോ? അവർ ശരിക്കും അവരുടെ പേരിന് തങ്ങളുടെ ജീവിതം കൊണ്ട് പര്യായങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. ഉദാഹരണത്തിന് സോളമൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് വളരെ നീതിമാനായ ഒരു ന്യായാധിപനാണ്. പൗലോസ് എന്ന് കേൾക്കുമ്പോൾ വളരെ തീക്ഷ്ണമതിയായ ഒരു വ്യക്തി. ജോസഫ് എന്ന് കേൾക്കുമ്പോൾ നീതിമാനായ ഒരു മനുഷ്യൻ. അവരൊക്കെ തങ്ങളുടെ ജീവിതം കൊണ്ട് പേരിന് അർത്ഥം നൽകിയവരാണ്. അങ്ങനെയെങ്കിൽ അഖിലെന്നോ ബിജു എന്നോ ബാബു എന്നോ പേരുള്ള ഒരു വ്യക്തിക്ക് അവരുടെ പേരിൻ്റെ അർത്ഥം തങ്ങളുടെ ജീവിതം കൊണ്ട് നൽകാൻ സാധിക്കും. ഇനി വിശുദ്ധരുടെ പേര് നാമധേയമുള്ള വ്യക്തികൾ ആ വിശുദ്ധനെ പോലെ ജീവിച്ച് ഏറ്റവും കുറഞ്ഞത് അതിന് കളങ്കം വരുത്താത്ത രീതിയിലെങ്കിലും ജീവിക്കാൻ സാധിക്കണം. ഇനി ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ നെഗറ്റീവ് കാര്യങ്ങൾ തോന്നും. ഹിറ്റ്ലർ എന്ന പേര് നമ്മുടെ ക്രൂരതയുടെ പര്യായമായി ഓർക്കാൻ കാരണം അദ്ദേഹം അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ്. ഇനി അങ്ങനെ പേരുള്ള ഒരാൾക്ക് പോലും തൻ്റെ സ്നേഹം നിറഞ്ഞ ജീവിതം വഴി ആ പേരിന് പുതിയൊരർത്ഥം നൽകാൻ സാധിക്കും. ആ പേര് സ്നേഹത്തിൻ്റെ പര്യായമാക്കി മാറ്റാൻ ഏറ്റവും സ്നേഹമുള്ളൊരു വ്യക്തി ഹിറ്റ്ലർ എന്ന പേര് ഉണ്ടെങ്കിൽ സാധിക്കും. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം 800 വർഷങ്ങൾക്കിപ്പുറം കത്തോലിക്ക സഭയെ നയിക്കുന്ന ബെർഗോഗ്ലിയോ എന്ന കർദിനാൾ മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച പേര് ഈ അസീസിയിലെ ഫ്രാൻസിസിൻ്റേതായിരുന്നു. തൻ്റെ പിതാവ് ബിസിനസ്സുകാരൻ, മകന് ഫ്രാൻസിനോടുള്ള സ്നേഹം കൊണ്ട് നൽകിയ പേര് അദ്ദേഹം ജീവിതം കൊണ്ട് വിശ്വസാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പര്യായമാക്കി മാറ്റി. ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുമ്പോൾ മാർപ്പാപ്പ ഉദ്ദേശിച്ചത് ഇതാണ്: അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ വിശ്വസാഹോദര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള ലളിതമായ ജീവിതശൈലിയും താൻ പിന്തുടരും. അങ്ങനെയെങ്കിൽ നമ്മുടെ പേര് എന്തുമാകട്ടെ, ഏറ്റവും മികച്ച സ്നേഹത്തിൻ്റെ പര്യായമാക്കി, കരുണയുടെ പര്യായമാക്കി, കൃപയുടെ പര്യായമാക്കി നമ്മുടെ നാമത്തെ മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.